വെൽക്കം ടു മൈൽസ്റ്റോൺ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ് ലെവൽ യോഗ്യതയുള്ള പരീക്ഷകൾക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ പ്രിലിമിനറി പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ആ ക്വസ്റ്റ്യൻസ് കൂടെ ഒന്ന് നോക്കിയിട്ട് പോവുക. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് ഏതെങ്കിലും ഓപ്ഷൻ പറയുമ്പോൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് താഴെ കമൻറ്റ് ചെയ്യണം. അത് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. അതൊന്ന് നോക്കിയിട്ട് നിങ്ങൾ അത് കറക്റ്റ് ചെയ്യുകയും വേണം. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള നദി. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി നെയ്യാർ ആണ്. ഓപ്ഷൻ എ നെയ്യാർ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ പഠിച്ചു വെക്കുക. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി എന്ന് പറയുന്നത് മഞ്ചേശ്വരം പുഴയാണ്. തെക്കേ അറ്റത്തുള്ള നദി നെയ്യാർ, വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴ. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വത നിര. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വത നിരയാണ് ഓപ്ഷൻ എ ഹിമാദ്രി. ഹിമാദ്രി തന്നെയാണ് ഏറ്റവും വടക്കേ അറ്റത്തുള്ള പർവ്വത നിരയും. അപ്പോൾ നമുക്കിതിൽ നിന്നും 3 പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. ഏറ്റവും ഉയരമേറിയ പർവ്വതനിര ഹിമാദ്രിയാണ്. ഏറ്റവും വടക്കേ അറ്റത്തുള്ള പർവ്വതനിരയും ഹിമാദ്രി തന്നെ. അതുപോലെ തന്നെ ഇതിൽ ഒരു കാര്യം കൂടെ ഓർത്തു വെക്കുക. എവറസ്റ്റ്, കാഞ്ചൻജംഗ, നംഗപർവ്വതം തുടങ്ങിയവ സ്ഥിതി ചെയ്യുന്ന ഹിമാലയൻ നിരയും ഹിമാദ്രി തന്നെ ആണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ഓർത്തു വെക്കുക. മൂന്നാമത്തെ ചോദ്യം, ഡൽഹിയിൽ സുൽത്താൻ ഭരണകാലത്തിലെ വംശങ്ങളുടെ ശരിയായ ക്രമം ഏത്? 4 രീതിയിൽ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. അതിലേതാണ് ഡൽഹിയിൽ സുൽത്താൻ ഭരണകാലത്തിലെ വംശങ്ങളുടെ ശരിയായ ക്രമം? ഉത്തരം ഓപ്ഷൻ ഡി അടിമ, ഖിൽജി, തുഗ്ലക്, സയ്യിദ്, ലോധി. അഘി തു സലോ എന്ന് ഓർത്തു വെക്കുക. അഘി തു സലോ. അടിമ, ഖിൽജി, തുഗ്ലക്, സയ്യിദ്, ലോധി. വിജയനഗര രാജാവായിരുന്ന കൃഷ്ണദേവരായർ ഏതു രാജവംശത്തിൽ ഉൾപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ സി തുളുവ. 5ാമത്തെ ചോദ്യം, കബനി നദി ഏത് നദിയുടെ പോഷക നദിയാണ്? കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? ഉത്തരം ഓപ്ഷൻ ബി കാവേരി. കാവേരിയുടെ പോഷക നദിയാണ് കബനി. 6ാമത്തെ ചോദ്യം PSC ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ബിഹു ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ബിഹു ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആസാം. ആസാമിൻ്റെ നൃത്തരൂപമാണ് ബിഹു. കേരളത്തിലെ നിത്യഹരിത വനങ്ങളായ സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? ഉത്തരം ഓപ്ഷൻ ഡി പാലക്കാട്. പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ബി KM പണിക്കർ. KM പണിക്കർ രചിച്ചതാണ് കേരള സിംഹം. താഴെ പറയുന്ന ആണവ നിലയങ്ങളിൽ ശരിയല്ലാത്തത് ഏത്? 4 ആണവ നിലയങ്ങളും സംസ്ഥാനങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിലേതാണ് കറക്റ്റ് അല്ലാത്തത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി. ഓപ്ഷൻ സി കൽപ്പാക്കം. ഇവിടെ കൊടുത്തിട്ടുള്ളത് കർണാടകം എന്നാണ്. പക്ഷേ കൽപ്പാക്കം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. അപ്പോൾ തെറ്റായിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് കൽപ്പാക്കം കർണാടകം ആണ്. ബാക്കിയൊക്കെ ശരിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകൾ ഉള്ള സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ ബി പശ്ചിമ ബംഗാൾ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി? ഉത്തരം ഓപ്ഷൻ സി ചൗ എൻ ലായ്. ചൗ എൻ ലായ് ആണ്
പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി? പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്. ഇത് നടന്നത് 1954 പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് 1954 ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, അതുപോലെ തന്നെ ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻ ലായ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ സി, റിസർവ് ബാങ്ക്. റിസർവ് ബാങ്കാണ് ബാങ്കുകളുടെ ബാങ്ക് എന്ന് അറിയപ്പെടുന്നത്. ദേശീയ തൊഴിലുറപ്പു നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം? ഉത്തരം ഓപ്ഷൻ എ, 2005. 2005 ദേശീയ തൊഴിലുറപ്പു നിയമം പാർലമെൻറ്റ് പാസാക്കിയത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ രംഗനാഥ് മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ രംഗനാഥ് മിശ്ര. ഇപ്പോഴത്തെ അധ്യക്ഷൻ HL ദത്തു. ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്? ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്? ഭരണഘടനയുടെ അനുച്ഛേദങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കുറേ എണ്ണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പഠിക്കാനുണ്ട്. അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ ഇത് ഓർത്തു വെക്കുക. ബാലവേല നിരോധിച്ചിരിക്കുന്നത് 24-ാം അനുച്ഛേദമാണ്. ഓപ്ഷൻ സി, 24-ാം അനുച്ഛേദം. 21-ാം അനുച്ഛേദം എന്ന് പറയുന്നത് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ്. 21-ാം അനുച്ഛേദം ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ്. അതുപോലെ തന്നെ 16-ാം അനുച്ഛേദം അവസര സമത്വമാണ്. 23-ാം അനുച്ഛേദം അടിമത്തത്തിനെതിരെയുള്ള അവകാശമാണ്. ഇവ ഒന്ന് ഓർത്തു വെക്കുക. കേന്ദ്ര മാനവശേഷി വികസന മന്ത്രി ആര്? ഇത് 2017 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോഴുള്ള ഉത്തരം ഓപ്ഷൻ ബി, പ്രകാശ് ജാവ്ദേക്കർ ആണ്. ഇപ്പോഴത്തെ കേന്ദ്ര മാനവശേഷി വികസന മന്ത്രിയാണ് രമേശ് പൊഖ്രിയാൽ. യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം? ഉത്തരം ഓപ്ഷൻ ഡി, ബ്രസൽസ്. ബ്രസൽസ് ആണ് യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം. 1857 വിപ്ലവത്തിൻ്റെ താൽക്കാലിക വിജയത്തെ തുടർന്ന് വിപ്ലവകാരികൾ ഡൽഹിയിൽ ചക്രവർത്തിയായി വാഴിച്ചത് ആരെയാണ്? ഉത്തരം ഓപ്ഷൻ ബി, ബഹദൂർ ഷാ 2. ബഹദൂർ ഷാ 2നെയാണ് 1857 വിപ്ലവത്തിൻ്റെ താൽക്കാലിക വിജയത്തെ തുടർന്ന് വിപ്ലവകാരികൾ ഡൽഹിയിൽ ചക്രവർത്തിയായി വാഴിച്ചത്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത്? ഉത്തരം ഓപ്ഷൻ എ, ദാദാബായ് നവറോജി. കുറേ പ്രാവശ്യം PSC റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ രചിച്ചത് ദാദാബായ് നവറോജി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ഓപ്ഷൻ ബി, ജവഹർലാൽ നെഹ്റു. അടിസ്ഥാന തലത്തിൽ കായിക രംഗം വികസിപ്പിക്കുന്നതിനും കായിക പ്രതിഭകളെ വാർത്തെടുക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പുതിയ പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ സി, ഖേലോ ഇന്ത്യ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അധ്യക്ഷനെ കൂടാതെ എത്ര ഔദ്യോഗിക അംഗങ്ങൾ ഉണ്ട്? ഉത്തരം ഓപ്ഷൻ ബി, 4. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അധ്യക്ഷനെ കൂടാതെ 4 ഔദ്യോഗിക അംഗങ്ങൾ ഉണ്ട്. അടുത്ത ചോദ്യം, ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി? ഉത്തരം ഓപ്ഷൻ ഡി, 9ാം പഞ്ചവത്സര പദ്ധതി. 9ാം പഞ്ചവത്സര പദ്ധതിയാണ് ജനകീയ പദ്ധതി എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിൽ അഗതികളുടെ പുനരധിവാസത്തിനായി രൂപം കൊടുത്ത സമഗ്ര വികസന പദ്ധതി? ഉത്തരം ഓപ്ഷൻ ബി, ആശ്രയ. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം? ഉത്തരം ഓപ്ഷൻ ഡി,
1993. 1993 ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. വിമോചന സമരം നടന്ന വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ ബി 1959. 1959 വിമോചന സമരം നടന്നത്. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല? ഉത്തരം ഓപ്ഷൻ സി ഇടുക്കി. ഇടുക്കിയാണ് സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല. 2015 ജനുവരി 1 മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനത്തിൻ്റെ പേരെന്ത്? ഉത്തരം ഓപ്ഷൻ ബി നീതി ആയോഗ്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരം വന്ന പുതിയ സംവിധാനമാണ് നീതി ആയോഗ്. ആ ഡേറ്റ് ഓർത്തു വെക്കുക. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. 2012 ആരംഭിച്ച് 2017 അവസാനിക്കുന്ന 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി സുസ്ഥിര വികസനം. ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം? ഉത്തരം ഓപ്ഷൻ ബി ഇലക്ട്രോൺ. ആറ്റത്തിന് ചുറ്റുമുള്ള ഷെല്ലിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്നത് ഇലക്ട്രോണുകൾ ആണ്. ഇരുമ്പിൻ്റെ പ്രധാന അയിരിൻ്റെ പേരെന്ത്? ഉത്തരം ഓപ്ഷൻ ബി ഹെമറ്റൈറ്റ്. ഇരുമ്പിൻ്റെ പ്രധാന അയിരാണ് ഹെമറ്റൈറ്റ്. PSC ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അലുമിനിയത്തിൻ്റെ അയിര് അത് ബോക്സൈറ്റ് ആണ്. ഇരുമ്പിൻ്റെ അയിര് ഹെമറ്റൈറ്റ്, അലുമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ്. പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളുടെ എണ്ണം? പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളുടെ എണ്ണം? ഉത്തരം ഓപ്ഷൻ സി 18. പീരീഡുകളുടെ എണ്ണമാണ് 7. ഗ്രൂപ്പുകളുടെ എണ്ണം 18, പീരിയഡുകളുടെ എണ്ണം 7. ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏത്? ഉത്തരം ഓപ്ഷൻ എ ഓക്സിജൻ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി സിലിക്ക. സിലിക്കയാണ് ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. ഏതു പദാർത്ഥത്തിൻ്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത്? ഉത്തരം ഓപ്ഷൻ സി വായു. ശൂന്യാകാശത്ത് കേൾക്കാൻ സാധിക്കാത്തത് വായു ഇല്ലാത്തത് കൊണ്ടാണ്. എല്ലാ പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായ പ്രവൃത്തി ഉണ്ടായിരിക്കും. ഐസക് ന്യൂട്ടൻ്റെ എത്രാമത്തെ ചലന നിയമമാണിത്? ഉത്തരം ഓപ്ഷൻ ഡി 3-ാം ചലന നിയമം. എല്ലാ പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായ പ്രതിപ്രവൃത്തി ഉണ്ടായിരിക്കുമെന്നുള്ളത് ഐസക് ന്യൂട്ടൻ്റെ 3-ാം ചലന നിയമമാണ്. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം? ഉത്തരം ഓപ്ഷൻ എ 8. ജലം ഐസാകുന്ന താപനില? 0 ഡിഗ്രി സെൽഷ്യസ്. ജലം ഐസാകുന്ന താപനില 0 ഡിഗ്രി സെൽഷ്യസ്. ശബ്ദത്തിൻ്റെ യൂണിറ്റ് ഏത്? ശബ്ദത്തിൻ്റെ യൂണിറ്റ് ഓപ്ഷൻ സി ഡെസിബൽ ആണ്. ശബ്ദത്തിൻ്റെ യൂണിറ്റ് ഡെസിബൽ. ഹേർട്സ് എന്നുള്ളത് ആവൃത്തിയുടെ യൂണിറ്റാണ്. പ്രവൃത്തിയുടെ യൂണിറ്റാണ് ജൂള്. അതുപോലെ തന്നെ പവറിൻ്റെ യൂണിറ്റാണ് വാട്ട്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏത്? ഉത്തരം ഓപ്ഷൻ ബി തൈറോയിഡ് ഗ്രന്ഥി. തൈറോയിഡ് ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി. ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിനാവശ്യമായ വിറ്റാമിൻ ഏത്? ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിനാവശ്യമായ വിറ്റാമിനാണ് ഓപ്ഷൻ സി വിറ്റാമിൻ എ. വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം അന്ധതയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാഴ്ചശക്തി ലഭിക്കുന്നതിനാവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ എ. പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? ഉത്തരം ഓപ്ഷൻ എ
സെറിബെല്ലം. സെറിബെല്ലമാണ് പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത്. DPT വാക്സിൻ ഫലപ്രദമല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏത് രോഗത്തിനാണ്? ഉത്തരം ഓപ്ഷൻ ബി പോളിയോ. മലയൻ ഡ്വാർഫ് ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഉത്തരം ഓപ്ഷൻ എ തെങ്ങ്. തെങ്ങിൻ്റെ സങ്കര ഇനമാണ് മലയൻ ഡ്വാർഫ്. പേപ്പട്ടി വിഷബാധയ്ക്കെതിരെ ആദ്യത്തെ വാക്സിൻ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ഓപ്ഷൻ ബി ലൂയി പാസ്ചർ. ലൂയി പാസ്ചറാണ് പേപ്പട്ടി വിഷബാധയ്ക്കെതിരെ ആദ്യത്തെ വാക്സിൻ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ. മനുഷ്യൻ്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം ഏത്? ഉത്തരം ഓപ്ഷൻ എ തിമിരം. മനുഷ്യൻ്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് തിമിരം. 1977 ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ച വനിത ആര്? ഉത്തരം ഓപ്ഷൻ സി വൻഗാരി മാതായി. വൻഗാരി മാതായി ആരംഭിച്ചതാണ് 1977 ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ്. രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ശ്വേതരക്താണുക്കൾ. ശ്വേതരക്താണുക്കളാണ് ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി നൽകുന്നത്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ ഡി കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി? ഉത്തരം ഓപ്ഷൻ ഡി പള്ളിവാസൽ. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല? ഉത്തരം ഇടുക്കി. കേരളത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന സംഭവം? ഉത്തരം ഓപ്ഷൻ ഡി ക്ഷേത്രപ്രവേശന വിളംബരം. കേരളത്തിലെ ആദ്യ വർത്തമാന പത്രം? ഉത്തരം രാജ്യസമാചാരം. കുറേ പ്രാവശ്യം PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കേരളത്തിലെ ആദ്യ വർത്തമാന പത്രം രാജ്യസമാചാരം. മലബാർ സിമൻസ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ സി വാളയാർ. വാളയാറിലാണ് മലബാർ സിമൻസ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. കോസി ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഓപ്ഷൻ ബി ബീഹാർ. കോസി ബീഹാർ. സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പട്ടണം? ഉത്തരം ഓപ്ഷൻ എ ബാംഗ്ലൂരു. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യയിൽ നിന്നും കൂടുതലായി ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖം? ഉത്തരം ഓപ്ഷൻ സി മർമഗോവ. സിൽവർ വിപ്ലവം എന്തിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുട്ട. മുട്ടയുടെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടതാണ് സിൽവർ വിപ്ലവം. ധവള വിപ്ലവം എന്നുള്ളത് പാലിൻ്റെ ഉൽപ്പാദനം. കുളു താഴ്വര ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ഹിമാചൽ പ്രദേശ്. വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം ആൽബർട്ട് ഐൻസ്റ്റീൻ. ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ഗാന്ധിജിയെ വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് വിശേഷിപ്പിച്ചത്. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഡൽഹി തലസ്ഥാനമാക്കിയ വർഷം? ഉത്തരം ഓപ്ഷൻ സി 1911. ലോക് നായിക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ ജയപ്രകാശ് നാരായൺ. ജയപ്രകാശ് നാരായൺ ആണ്
ലോക് നായിക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ ഓർത്തു വെക്കുക. ലോകമാന്യ എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകാണ്. ലോകമാന്യ ബാലഗംഗാധര തിലക്. സാരേ ജഹാം സെ അച്ഛ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം ഏത് ഭാഷയിലാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഉറുദു. UGC നിലവിൽ വന്ന വർഷം 1953. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. 1953 UGC നിലവിൽ വന്നത്. നീതി ആയോഗിൻ്റെ ചെയർമാൻ? ഉത്തരം ഓപ്ഷൻ എ, പ്രധാനമന്ത്രി. നീതി ആയോഗിൻ്റെ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും. ഇന്ത്യ ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന നികുതി? ഉത്തരം ഓപ്ഷൻ ബി, എക്സൈസ് നികുതി. ബാങ്കുകൾ ദേശസാത്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി? ഉത്തരം ഓപ്ഷൻ സി, ഇന്ദിരാഗാന്ധി. ഇന്ത്യയിൽ ബാങ്ക് ദേശസാൽക്കരണം നടന്ന വർഷങ്ങൾ 1969 1980 ആണ്. ഈ ഡേറ്റ്സ് കൂടി ഓർത്തു വെക്കുക. 1969 ഒന്നാം ഘട്ട ദേശസാൽക്കരണം നടന്നു. അതുപോലെ 1980 രണ്ടാം ഘട്ടം. 1969 14 ബാങ്കുകളും അതുപോലെ തന്നെ 1980 6 ബാങ്കുകളുമാണ് ദേശസാത്കരിച്ചത്. ഈ സമയത്തുണ്ടായിരുന്ന പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനം? ഉത്തരം ഓപ്ഷൻ ബി, ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ്. ലോക്സഭാ സ്പീക്കർ തൻ്റെ രാജിക്കത്ത് നൽകേണ്ടത് ആർക്ക്? ഉത്തരം ഓപ്ഷൻ എ, ഡെപ്യൂട്ടി സ്പീക്കർ. ഡെപ്യൂട്ടി സ്പീക്കർക്കാണ് ലോക്സഭാ സ്പീക്കർ രാജിക്കത്ത് നൽകേണ്ടത്. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം? ഉത്തരം ഓപ്ഷൻ എ, 2005. 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. മലാല ദിനമായി ആചരിക്കുന്നത് എന്ന്? ഓപ്ഷൻ ബി, ജൂലൈ 12. ജൂലൈ 12 മലാല ദിനമായി ആചരിക്കുന്നത്. ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണം? ഓപ്ഷൻ എ, രാഷ്ട്രമഹിള. രാഷ്ട്രമഹിളയാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണം. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനവും മികച്ച മനുഷ്യാവകാശ പ്രവർത്തനത്തിന് 1978 UN അവാർഡും നേടിയ അന്തർദേശീയ സംഘടന? ഉത്തരം ഓപ്ഷൻ സി, ആംനസ്റ്റി ഇന്റർനാഷണൽ. 100ാമത് കോപ്പ അമേരിക്ക കപ്പ് നേടിയ രാജ്യം? ചിലി. ചിലിയാണ് 100ാമത് കോപ്പ അമേരിക്ക കപ്പ് നേടിയ രാജ്യം. ബ്രെക്സിറ്റ് എന്ന പദം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി, ബ്രിട്ടൻ. ബ്രെക്സിറ്റ്, ബ്രിട്ടൻ. ഇങ്ങനെ ഓർത്തു വെക്കുക. 2016 ബുക്കർ പ്രൈസ് ജേതാവ്? ഈ ഓപ്ഷനിൽ ആൻസർ ഇല്ല. 2018 19 ഇപ്പോൾ പഠിച്ചു വെക്കുക. 2018 പോളിഷ് എഴുത്തുകാരി ഓൾഗ ടോക്കർസുക്ക് ആണ് മാൻ ബുക്കർ പ്രൈസിന് അർഹയായത്. നോവൽ ഫ്ലൈറ്റ്സ്. അതുപോലെ തന്നെ 2019 2 പേർ പങ്കിട്ടു. 1992 ശേഷം 2019 ഇങ്ങനെ 2 പേർ പങ്കിട്ടെടുക്കുന്നത്. അവരാരൊക്കെയാണെന്ന് വെച്ചാൽ മാർഗരറ്റ് അറ്റ്വുഡ്, കനേഡിയൻ എഴുത്തുകാരിയാണ്. അതുപോലെ ബെർണാർഡിൻ ഇവാരിസ്റ്റെ, ബ്രിട്ടീഷ് എഴുത്തുകാരിയാണ്. അടുത്ത ചോദ്യം, ആഫ്രിക്കൻ രാജ്യമായ ഐവറി കോസ്റ്റിലെ പരമോന്നത ബഹുമതി നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി? ഉത്തരം ഓപ്ഷൻ ഡി, പ്രണബ് മുഖർജി. ആഫ്രിക്കൻ രാജ്യമായ ഐവറി കോസ്റ്റിലെ പരമോന്നത ബഹുമതി നേടിയ ഇന്ത്യൻ രാഷ്ട്രപതിയാണ്
പ്രണബ് കുമാർ മുഖർജി. ഇന്ത്യ 20 ഉപഗ്രഹങ്ങളുമായി അടുത്തിടെ വിക്ഷേപിച്ച ബഹിരാകാശ വാഹനം. ഉത്തരം ഓപ്ഷൻ സി PSLV-34C. ഒരു പോളിമർ ആയ പോളിത്തീനിൻ്റെ മോണോമർ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഈത്തീൻ. ഈത്തീനാണ് പോളിത്തീനിൻ്റെ മോണോമർ. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനുള്ളിലെ ചാർജില്ലാത്ത കണം. ചാർജില്ലാത്ത കണം ഓപ്ഷൻ സി ന്യൂട്രോൺ. ചാർജില്ലാത്ത കണം ന്യൂട്രോൺ ആണ്. പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. അതുപോലെ തന്നെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. പ്രോട്ടോണും ന്യൂട്രോണും ആറ്റത്തിനുള്ളിലും ഇലക്ട്രോൺ ന്യൂക്ലിയസിന് പുറത്തുള്ള ഷെല്ലിലുമാണ് കാണപ്പെടുന്നത്. ആധുനിക ആവർത്തന പട്ടിക സമ്മാനിച്ച ശാസ്ത്രജ്ഞൻ. ഉത്തരം ഓപ്ഷൻ ഡി മോസ്ലി. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും അലുമിനിയത്തിൻ്റെ അയിര് തിരഞ്ഞെടുക്കുക. അലുമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ്. ഒരുപാട് തവണ PSC ആവർത്തിച്ചിട്ടുള്ള ചോദ്യമാണ്. അലുമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ്. കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്ന പദാർത്ഥം. കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്ന പദാർത്ഥം ഓപ്ഷൻ എ സോഡിയം ഹൈഡ്രോക്സൈഡ്. പദാർത്ഥത്തിൻ്റെ 4ാമത്തെ അവസ്ഥ ഏതാണ്? ഉത്തരം പ്ലാസ്മ. 4ാമത്തെ അവസ്ഥ പ്ലാസ്മ. പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ മഞ്ഞ. പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം മഞ്ഞ. 3 പ്രാഥമിക വർണ്ണങ്ങളാണുള്ളത്: പച്ച, നീല, ചുവപ്പ്. പച്ചയും ചുവപ്പും ചേർന്നാൽ മഞ്ഞ, ചുവപ്പും നീലയും ചേർന്നാൽ മജന്ത, പച്ചയും നീലയും ചേർന്നാൽ സയാൻ. ഇങ്ങനെ 3 കളറുകൾ ഓർത്തു വെക്കുക. പ്രവൃത്തിയുടെ യൂണിറ്റ്. പ്രവൃത്തിയുടെ യൂണിറ്റ് ഓപ്ഷൻ ബി ജൂൾ. ന്യൂട്ടൺ എന്നുള്ളത് ബലത്തിൻ്റെ യൂണിറ്റാണ്. ഫാരൻഹീറ്റ് താപനിലയുടെ യൂണിറ്റാണ്. അതുപോലെ തന്നെ പവറിൻ്റെ യൂണിറ്റാണ് വാട്ട്. ഇവിടെ ചോദിച്ചത് പ്രവൃത്തിയുടെ യൂണിറ്റാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ജൂൾ. സൗരയൂഥത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗ്രഹം. ഉത്തരം പ്ലൂട്ടോ. സൗരയൂഥത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗ്രഹമാണ് പ്ലൂട്ടോ. സാധാരണഗതിയിൽ ഒരു മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തി. ഉത്തരം ഓപ്ഷൻ ഡി 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിൽ. ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം. ഉത്തരം ഓപ്ഷൻ ബി പാൻക്രിയാസ്. പാൻക്രിയാസ് ആണ് ഇൻസുലിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം. ഗ്ലൂക്കോമ മനുഷ്യ ശരീരത്തിലെ ഏതവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? ഓപ്ഷൻ എ കണ്ണ്. കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ് ഗ്ലൂക്കോമ. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റമിൻ ഏത്? ഉത്തരം ഓപ്ഷൻ സി വിറ്റമിൻ ഡി. വിറ്റമിൻ ഡി ആണ് സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റമിൻ. അടുത്ത ചോദ്യം: രക്തം കട്ട പിടിക്കാതിരിക്കുന്ന രോഗം. ഉത്തരം ഓപ്ഷൻ ബി ഹീമോഫീലിയ. ഹീമോഫീലിയയാണ് രക്തം കട്ട പിടിക്കാതിരിക്കുന്ന രോഗം. വായുവിൽ കൂടി പകരാത്ത രോഗം ഏത്? 4 രോഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവയിൽ ഏതാണ് വായുവിൽ കൂടി പകരാത്ത രോഗം? ഉത്തരം ഓപ്ഷൻ ഡി കോളറ. കുടുംബശ്രീ മിഷൻ വഴി കേരളത്തിൽ നടപ്പാക്കിയ ജൈവ പാട്ടകൃഷി സമ്പ്രദായം ഏത്? ഉത്തരം ഓപ്ഷൻ എ ഹരിതശ്രീ. ഹരിറാണി എന്നറിയപ്പെടുന്ന പച്ചക്കറി ഇനം ഏത്? ഹരിറാണി എന്നറിയപ്പെടുന്ന പച്ചക്കറി ഇനമാണ് ക്യാബേജ്. കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പന്നിയൂർ. ഓപ്ഷൻ സി പന്നിയൂർ.
നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം. ഉത്തരം ചിന്നാർ. ചിന്നാറാണ് നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം. 50-ാമത്തെ ചോദ്യം. ഇത്തായ് ഇത്തായ് എന്ന രോഗത്തിന് കാരണമായ മൂലകം. ഉത്തരം ഓപ്ഷൻ എ കാഡ്മിയം. കാഡ്മിയമാണ് ഇത്തായ് ഇത്തായ് എന്ന രോഗത്തിന് കാരണമായ മൂലകം. ഇന്ത്യയുടെ തെക്കേ അറ്റം ഏത്? ഉത്തരം ഇന്ദിര പോയിൻ്റ്. ഇന്ത്യയുടെ തെക്കേ അറ്റമാണ് ഇന്ദിര പോയിൻ്റ്. ഇതിൻ്റെ കൂടെ തന്നെ 3 കാര്യങ്ങൾ കൂടി ഓർത്തു വെക്കുക. വടക്കേ അറ്റം ഇന്ദിര കോൾ, കിഴക്കേ അറ്റം കിബിത്തു, അരുണാചൽ പ്രദേശിലുള്ള കിബിത്തു, പടിഞ്ഞാറേ അറ്റം ഗുവാർ മോട്ട, ഗുജറാത്ത്. അതുപോലെ ഒരു ഫാക്റ്റ് കൂടി, ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കന്യാകുമാരിയാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിര പോയിൻ്റ്, ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റം കന്യാകുമാരി. അടുത്ത ചോദ്യം. ബ്രഹ്മസമാജ സ്ഥാപകൻ. വളരെയധികം തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. ബ്രഹ്മസമാജ സ്ഥാപകനാണ് രാജാറാം മോഹൻ റോയ്. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടന്ന വർഷം. ഉത്തരം 1942. 1942 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടന്നത്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധമാണ് പ്ലാസി യുദ്ധം. ഇത് നടന്നത് 1757 ജൂൺ 23 ഇതിൻ്റെ ഡേറ്റും ഓർത്തു വെക്കുക. പ്ലാസി യുദ്ധം നടന്നത് 1757 ജൂൺ 23. അക്ബർ നാമ രചിച്ചത് ആര്? ഉത്തരം അബുൾ ഫൈസൽ. അബുൾ ഫൈസൽ രചിച്ചതാണ് അക്ബർ നാമ. അടുത്ത ചോദ്യം. കേരള കാർഷിക സർവകലാശാല ആസ്ഥാനം. ഉത്തരം മണ്ണൂത്തി. ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിലാണ് ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ പരോക്ഷ നികുതി ഏത്? 4 നികുതികൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് ഇന്ത്യയിലെ പരോക്ഷ നികുതി? ഉത്തരം സേവന നികുതി. അറബിക്കടലിൽ പതിക്കുന്ന നദി ഏത്? മഹാനദി, ഗോദാവരി, കാവേരി, നർമ്മദ. ഇവയിൽ ഏതാണ് അറബിക്കടലിൽ പതിക്കുന്ന നദി? ഉത്തരം നർമ്മദ. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി ഏത് എന്ന് ചോദിച്ചാൽ അതും നർമ്മദയാണ്. അതിൻ്റെ ദൂരം 1312 കിലോമീറ്ററാണ്. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന ധീരവനിത ആര്? ഉത്തരം അക്കാമ്മ ചെറിയാൻ. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന ധീരവനിതയാണ് അക്കാമ്മ ചെറിയാൻ. ഇവയിൽ കൊടുത്തിട്ടുള്ള ബാക്കി ഓപ്ഷൻസ് കൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ ഒന്ന് ഓർത്തു വെക്കുക. ഒന്നാമത്തെ ഓപ്ഷൻ AV കുട്ടിമാളു അമ്മയാണ്. സിവിൽ നിയമലംഘന സമരത്തിൽ 2 മാസം പ്രായമുള്ള കുഞ്ഞിനെയും കൊണ്ട് പങ്കെടുത്ത ധീരവനിതയാണ് AV കുട്ടിമാളു അമ്മ. രണ്ടാമത് വരുന്നത് ആനി മസ്ക്രീനാണ്. ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിതയാണ് ആനി മസ്ക്രീൻ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ തിരുവിതാംകൂറിൽ നിന്നുള്ള ഏക വനിതയും ആനി മസ്ക്രീൻ ആയിരുന്നു. ഈ കാര്യങ്ങൾ ഓർത്തു വെക്കുക. അതുപോലെ അമ്മു സ്വാമിനാഥനെ പറ്റി പറയുകയാണെങ്കിൽ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി വനിതയാണ് അമ്മു സ്വാമിനാഥൻ. ഈ കാര്യങ്ങൾ കൂടെ ഈ ചോദ്യത്തിൻ്റെ കൂടെ തന്നെ ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏത്? ഉത്തരം മുംബൈ. മുംബൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി.
ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആര്? ഉത്തരം റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ. ഇന്ത്യയിലെ പ്രസിദ്ധ കണ്ടൽ വനമായ സുന്ദർബൻ ഡെൽറ്റ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. കുറേ തവണ PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഇന്ത്യയിലെ പ്രസിദ്ധ കണ്ടൽ വനമായ സുന്ദർബൻ ഡെൽറ്റ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഓർക്കിഡ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ഉത്തരം ഭരത്പൂർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ഭരത്പൂർ. ഇത് രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അന്തർദേശീയ വനിതാ ദിനമായി ആചരിക്കുന്നതെന്ന്? ഉത്തരം മാർച്ച് 8. മാർച്ച് 8-നാണ് അന്തർദേശീയ വനിതാ ദിനമായി ആചരിക്കുന്നത്. ഷാലിമാർ പൂന്തോട്ടം പണി കഴിപ്പിച്ച മുഗൾ ചക്രവർത്തി ജഹാംഗീർ. ഗാന്ധിജി ആരംഭിച്ച പത്രത്തിൻ്റെ പേര്? യങ് ഇന്ത്യ. യങ് ഇന്ത്യ ആര് ആരംഭിച്ച പത്രമാണെന്ന് ചോദിച്ചാൽ ഗാന്ധിജി. USA-യിലെ ടെന്നസി വാലി അതോറിറ്റിയുടെ മാതൃകയിൽ ഇന്ത്യയിൽ ആരംഭിച്ച നദീതട പദ്ധതി ദാമോദർ നദീതട പദ്ധതി. രാജസാൻസി അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം അമൃത്സർ. പ്രഭുവായി പിറന്ന ദർവേഷ് എന്ന് വിളിക്കപ്പെട്ട മുഗൾ ചക്രവർത്തി ആരായിരുന്നു? ഔറംഗസേബ്. ഔറംഗസേബ് ആയിരുന്നു പ്രഭുവായി പിറന്ന ദർവേഷ് എന്ന് വിളിക്കപ്പെട്ട മുഗൾ ചക്രവർത്തി. ഉത്തര റെയിൽവേയുടെ ആസ്ഥാനം ഡൽഹി. മാക്സസെ അവാർഡ് ലഭിച്ച ആദ്യ മലയാളി? ഉത്തരം വർഗീസ് കുര്യൻ. വർഗീസ് കുര്യനാണ് മാക്സസെ അവാർഡ് ലഭിച്ച ആദ്യ മലയാളി. ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം? 1911. ബംഗാൾ വിഭജനം നടന്ന വർഷം ചോദിച്ചാൽ 1905 ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം 1911. ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ? ഉത്തരം അഭിനവ് ബിന്ദ്ര. അഭിനവ് ബിന്ദ്രയാണ് ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവി കുമാരനാശാൻ. ഇൻഫോ പാർക്കിൻ്റെ ആസ്ഥാനം? ഉത്തരം കാക്കനാട്. ഇൻഫോ പാർക്കിൻ്റെ ആസ്ഥാനം കാക്കനാട്. ദരിദ്ര സേവയാണ് ഈശ്വര സേവ എന്ന് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകൻ ആനന്ദ തീർത്ഥൻ. ആര്യ സമാജം സ്ഥാപിച്ചത്? ഉത്തരം പണ്ഡിറ്റ് കറുപ്പൻ. നവോത്ഥാനം എന്ന് പറയുന്നത് PSCക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. കുറേ ചോദ്യങ്ങൾ അവയിൽ നിന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ നവോത്ഥാനത്തിൽ വരുന്ന മിക്ക പോയിൻസും ഓർത്തു വെക്കണം. ആര്യ സമാജ സ്ഥാപകൻ പണ്ഡിറ്റ് കറുപ്പൻ. പിടിയരി സമ്പ്രദായം നടപ്പിലാക്കിയ നവോത്ഥാന നായകൻ ചാവറ അച്ഛൻ. ചാവറ അച്ഛനാണ് പിടിയരി സമ്പ്രദായം നടപ്പിലാക്കിയ നവോത്ഥാന നായകൻ. പീലിഭട്ട് ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഉത്തരം ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലാണ് പീലിഭട്ട് ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത്. തിരുവിതാംകൂറിൻ്റെ ജീവനാഡി എന്ന് വിശേഷിപ്പിക്കുന്ന നദി പമ്പ. കേരളത്തിലെ ഏക പീഠഭൂമി വയനാട്. വയനാടാണ് കേരളത്തിലെ ഏക പീഠഭൂമി. കാശ്മീരിലെ നിയമസഭാ കാലാവധി എത്ര വർഷം? ഇത് PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൻ്റെ ആൻസർ ഇതിൽ വരുന്നത് 6 വർഷം എന്നുള്ളതാണ്. പക്ഷേ 2019 ശേഷം ഇത് 5 വർഷം തന്നെ ആണ്. കാശ്മീരിലെ നിയമസഭാ കാലാവധി
2019 ശേഷം 5 വർഷമാണ്. കേരളത്തിലെ ആദ്യ പുകരഹിത ഗ്രാമം? ഉത്തരം പനമരം. ലോകസഭയുടെ പ്രഥമ സമ്മേളനം നടന്ന വർഷം? 1952 മെയ് 13. 1952 മെയ് 13 ലോകസഭയുടെ പ്രഥമ സമ്മേളനം നടന്നത്. ബജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്? ആർട്ടിക്കിൾ 112. ആർട്ടിക്കിൾ 112 ബജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒരു ഭ്രാന്തൻ സാഹസികത എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം അംബേദ്കർ. 1942 നടന്ന ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒരു ഭ്രാന്തൻ സാഹസികത എന്ന് വിശേഷിപ്പിച്ചത് അംബേദ്കർ ആണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ യുവ തുർക്കി എന്നറിയപ്പെടുന്നത്? എസ് ചന്ദ്രശേഖർ. അവശിഷ്ടാധികാരങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്? 248. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഡെറാഡൂൺ. ഡെറാഡൂണിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗ് സ്ഥിതി ചെയ്യുന്നത്. ഗാന്ധിജി സന്ദർശിച്ച ഏക തിരുവിതാംകൂർ ഭരണാധികാരി? ഉത്തരം പൂരാടം തിരുനാൾ സേതു ലക്ഷ്മി ഭായ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ആത്മഹത്യാ നിരക്കുള്ള ജില്ല? ഉത്തരം കൊല്ലം. ഉത്തർപ്രദേശ് ഗാന്ധി എന്നറിയപ്പെടുന്നത്? പുരുഷോത്തം ദാസ് ടണ്ടൻ. ബോസ്റ്റൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്? അഹമ്മദാബാദ്. റോളിംഗ് പ്ലാൻ എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി? ഗുണ്ണാർ മിർദൽ. ഗുണ്ണാർ മിർദലാണ് റോളിംഗ് പ്ലാൻ എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഡൽഹി നഗരം ഏത് നദിയുടെ തീരത്താണ്? യമുന നദി. യമുന നദിയുടെ തീരത്താണ് ഡൽഹി നഗരം സ്ഥിതി ചെയ്യുന്നത്. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൽ ആക്സ്ല ഷാപ്പേൽ സന്ധിയുടെ ഫലമായി ബ്രിട്ടീഷുകാർക്ക് തിരികെ ലഭിച്ച ഇന്ത്യൻ പ്രദേശം? മദ്രാസ്. സയനൈഡ് പ്രക്രിയയിലൂടെ ശുദ്ധീകരിക്കുന്ന ലോഹം? ഉത്തരം സ്വർണം. സ്വർണമാണ് സയനൈഡ് പ്രക്രിയയിലൂടെ ശുദ്ധീകരിക്കുന്ന ലോഹം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ പണിയെടുക്കുന്ന വ്യവസായം? ഉത്തരം കയർ. കയർ വ്യവസായത്തിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ പണിയെടുക്കുന്നത്. നമുക്കറിയാം കയർ വ്യവസായം ഏറ്റവും കൂടുതലുള്ള ജില്ല ആലപ്പുഴയാണ്. അതിൻ്റെ കൂടെ തന്നെ 2 കാര്യങ്ങൾ കൂടെ ഓർത്തു വെക്കുക. കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറി 1851 നിലവിൽ വന്ന ഡാറാസ് മെയിൽ ആണ്. ഡാറാസ് മെയിൽ ആണ് കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറി. കേരളത്തിലെ ആദ്യ കയർ ഗ്രാമം എന്നറിയപ്പെടുന്നത് വയലാറാണ്. ഈ 2 കാര്യങ്ങൾ കൂടെ ഈ ചോദ്യത്തിൻ്റെ കൂടെ ഓർത്തു വെക്കുക. മൂന്നാമത്തെ ചോദ്യം, കേരളത്തിൽ അവസാനമായി രൂപീകരിച്ച ജില്ല? ഉത്തരം കാസർഗോഡ്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ജില്ലയായ കാസർഗോഡാണ് കേരളത്തിൽ അവസാനമായി രൂപീകരിച്ച ജില്ല. കാസർഗോഡ് ജില്ല നിലവിൽ വന്നത് 1984 മെയ് 24 ആണ്. ഈ ഡേറ്റ് കൂടി ഓർത്തു വെക്കുക. ഇസ്കാന കൊട്ടാരം ഏത് രാജ്യത്തെ പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക വസതിയാണ്? ഉത്തരം സിംഗപ്പൂർ. സിംഗപ്പൂരിലെ പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക വസതിയാണ് ഇസ്കാന കൊട്ടാരം. അടുത്ത ചോദ്യം, ലോക തണ്ണീർത്തട ദിനം? ഉത്തരം ഫെബ്രുവരി 2. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം എന്ന് അറിയപ്പെടുന്നത്. അസാധ്യം എന്നത് മടിയന്മാരുടെ നിഘണ്ടുവിൽ മാത്രം കാണുന്ന പദമാണ്. ആരുടെ വാക്കുകളാണ് ഇത്? ഉത്തരം നെപ്പോളിയൻ. ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം? ഉത്തരം 1773. അമേരിക്കൻ കോളനിക്കാർ
ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നികുതി നയത്തിനെതിരെ നടത്തിയ പ്രതിഷേധ നടപടിയാണ് ബോസ്റ്റൺ ടീ പാർട്ടി. നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നടന്ന വർഷം 1773 ആണ്. പിയാത്തെ എന്ന ചിത്രം വരച്ച ലോക പ്രശസ്ത ചിത്രകാരൻ ആരാണ്? ഉത്തരം റാഫേൽ. റാഫേലാണ് പിയാത്തെ എന്ന ചിത്രം വരച്ചത്. 9ാമത്തെ ചോദ്യം, UN-ൻ്റെ പ്രത്യേക ഏജൻസി ഏതാണ്? ഉത്തരം ILO, ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനാണ് UN-ൻ്റെ ആദ്യത്തെ പ്രത്യേക ഏജൻസി. ശതാബ്ദി ഒളിമ്പിക്സ് നടന്ന വർഷം? ഉത്തരം 1996. ശതാബ്ദി ഒളിമ്പിക്സ് നടന്ന വർഷം 1996. തോഷിബ കമ്പനി ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ജപ്പാൻ. തോഷിബ കമ്പനി ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ജപ്പാൻ. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ടോക്കിയോയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം? ഉത്തരം ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഈ പോയിൻ്റ് കൂടെ അതിൻ്റെ കൂടെ ഓർത്തു വെക്കുക. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്, ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം? ഉത്തരം ഗുജറാത്ത്. ഗുജറാത്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം. 2ാം സ്ഥാനം ആന്ധ്രാപ്രദേശിനാണ്. ആന്ധ്രാപ്രദേശ് തന്നെയാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം. അപ്പോൾ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഗുജറാത്താണ് ഉത്തരം. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശാണ് ഉത്തരം. കടൽ തീരമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 9 എന്നാണ് ആൻസർ. ഇന്ത്യയുമായി ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന രാജ്യം? ഉത്തരം അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനാണ് ഇന്ത്യയുമായി ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന രാജ്യം. മൊത്തം 7 രാജ്യങ്ങളാണ് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നത്. ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനാണ്. എന്നാൽ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും ചെറുത് ഭൂട്ടാനാണ്. ഇത് രണ്ടും മാറിപ്പോകാൻ പാടില്ല. അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും ചെറുത് ഭൂട്ടാൻ, ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാൻ. രജത വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രജത വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം മുട്ട. മുട്ടയുമായിട്ടാണ് രജത വിപ്ലവം ബന്ധപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഈ കാര്യങ്ങൾ കൂടെ ഓർത്തു വെക്കുക. പാലുമായി ബന്ധപ്പെട്ടതാണ് ധവള വിപ്ലവം. മീനുമായി ബന്ധപ്പെട്ടതാണ് നീല വിപ്ലവം. അതുപോലെ തന്നെ പെട്രോളിയവുമായി ബന്ധപ്പെട്ടതാണ് കറുപ്പ് വിപ്ലവം. കേരളത്തിൽ വ്യഭിചാര കുറ്റം ആരോപിച്ച സ്ത്രീകൾക്ക് നേരെ പ്രാചീന കാലത്ത് സ്വീകരിച്ചു വന്ന നടപടി? കേരളത്തിൽ വ്യഭിചാര കുറ്റം ആരോപിച്ച സ്ത്രീകൾക്ക് നേരെ പ്രാചീന കാലത്ത് സ്വീകരിച്ചു വരുന്ന നടപടി? ഉത്തരം സ്മാർത്ത വിചാരം. ഏത് രാജ്യത്തുണ്ടായ നടപടിയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊള്ളാൻ കാരണം? തുർക്കി. തുർക്കിയിലുണ്ടായ നടപടിയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊള്ളാൻ കാരണമായത്. 2017 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത്? ഉത്തരം കൃഷ്ണ സോബ്തി. 2017 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് കൃഷ്ണ സോബ്തി. 2018 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് അമിതാവ് ഘോഷിനാണ്. ഇംഗ്ലീഷ് നോവലിസ്റ്റായ അമിതാവ് ഘോഷിനാണ് 2018 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത്. രാജ്യത്തെ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് ജ്ഞാനപീഠ പുരസ്കാരം. ഗോവധം നിരോധിക്കണം എന്ന് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയത്? ഉത്തരം നിർദ്ദേശക തത്വങ്ങൾ. ഐക്യരാഷ്ട്രസഭയിൽ പാടാൻ അവസരം ലഭിച്ച ഏക ഭാരതീയ സംഗീതജ്ഞൻ ആര്? ഉത്തരം MS സുബ്ബലക്ഷ്മി.
ഐക്യരാഷ്ട്രസഭയിൽ പാടാൻ അവസരം ലഭിച്ച ഏക ഭാരതീയ സംഗീതജ്ഞയാണ് MS സുബ്ബലക്ഷ്മി. ബിഹു ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ഉത്തരം ആസാം. PSC ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ബിഹു ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ആസാം. പാരാതെർമോണിൻ്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം? ഉത്തരം ടെറ്റനി. പാരാതെർമോണിൻ്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ടെറ്റനി. പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണമാണ് ആറ്റം എന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ? ഉത്തരം ജോൺ ഡാൾട്ടൺ. ജോൺ ഡാൾട്ടൺ ആണ് പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണമാണ് ആറ്റം എന്ന് കണ്ടുപിടിച്ചത്. ഫ്രാൻസിനും ജർമ്മനിക്കും ഇടയിലുള്ള അതിർത്തി രേഖ? ഉത്തരം മാജിനോട്ട് ലൈൻ. മാജിനോട്ട് ലൈനാണ് ഫ്രാൻസിനും ജർമ്മനിക്കും ഇടയിലുള്ള അതിർത്തി രേഖ. ഇന്ത്യയിൽ മികച്ച പാർലമെൻറ്റേറിയനുള്ള അവാർഡ് നൽകുന്നത് ഏത് നേതാവിൻ്റെ പേരിലാണ്? ഉത്തരം GB പന്ത്. GB പന്തിൻ്റെ പേരിലാണ് ഇന്ത്യയിൽ മികച്ച പാർലമെൻറ്റേറിയനുള്ള അവാർഡ് നൽകുന്നത്. അറബികളുടെ സിന്ധ് ആക്രമണം നടന്ന വർഷം? AD 712. പേർഷ്യൻ ഹോമർ എന്നറിയപ്പെടുന്നത്? ഉത്തരം ഫിർദൗസി. ഫിർദൗസിയാണ് പേർഷ്യൻ ഹോമർ എന്ന് അറിയപ്പെടുന്നത്. ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം ആക്രമിച്ചത്? ഉത്തരം മുഹമ്മദ് ഗസ്നി. അടുത്ത ചോദ്യം, ഡൽഹി ഭരിച്ച അവസാന ഹിന്ദു രാജാവ്? ഡൽഹി ഭരിച്ച അവസാന ഹിന്ദു രാജാവാണ് പൃഥ്വിരാജ് ചൗഹാൻ. പൃഥ്വിരാജ് റാസോ രചിച്ചത് ആര്? ചന്ദ് ബർദായി. ചന്ദ് ബർദായി ആണ് പൃഥ്വിരാജ് റാസോ രചിച്ചത്. റായ് പിത്തോറ എന്നറിയപ്പെടുന്നത്? ഉത്തരം പൃഥ്വിരാജ് ചൗഹാൻ. ഡൽഹി ഭരിച്ച അവസാന ഹിന്ദു രാജാവായ പൃഥ്വിരാജ് ചൗഹാനാണ് റായ് പിത്തോറ എന്ന് അറിയപ്പെടുന്നത്. കുത്തബ് മിനാർ പണി പൂർത്തിയാക്കിയത്? ഉത്തരം ഇൽത്തുമിഷ്. ഇൽത്തുമിഷാണ് കുത്തബ് മിനാറിൻ്റെ പണി പൂർത്തിയാക്കിയത്. കുത്തബ് മിനാർ പണി കഴിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം കുത്തബ്ദീൻ ഐബക്ക്. അടുത്ത ചോദ്യം, ലാഖ് ബക്ഷ് എന്നറിയപ്പെട്ടിരുന്നത്? കുത്തബ്ദീൻ ഐബക്ക്. കുത്തബ്ദീൻ ഐബക്കാണ് ലാഖ് ബക്ഷ് എന്ന് അറിയപ്പെട്ടിരുന്നത്. ഏറ്റവും കുറച്ചു കാലം ഡൽഹി ഭരിച്ച രാജവംശം? ഉത്തരം ഖിൽജി രാജവംശം. നിണവും ഇരുമ്പും എന്ന നയം നടപ്പിലാക്കിയത് ആര്? ഉത്തരം ബാൽബൻ. ബാൽബനാണ് നിണവും ഇരുമ്പും എന്ന നയം നടപ്പിലാക്കിയത്. തങ്ക, ജിറ്റാൾ എന്നീ നാണയങ്ങൾ പുറത്തിറക്കിയ സുൽത്താൻ? തങ്ക, ജിറ്റാൾ എന്നീ നാണയങ്ങൾ പുറത്തിറക്കിയ സുൽത്താനാണ് ഇൽത്തുമിഷ്. ഖുറം എന്ന പേരിൽ ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ ഭരണാധികാരി? ഷാജഹാൻ. ഷാജഹാനാണ് ഖുറം എന്ന പേരിൽ ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത്. ബീബി കാ മക്ബറ എന്ന സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ഔറംഗാബാദ്. ഔറംഗാബാദിലാണ് ബീബി കാ മക്ബറ എന്ന സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. മുഗൾ രാജാവായിരുന്ന ഔറംഗസേബ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആയിരുന്ന ദിൽറാസ് ബാനു ബീഗത്തിനു വേണ്ടി പണി കഴിപ്പിച്ചതാണ് ബീബി കാ മക്ബറ. ലാഹോർ ഗേറ്റ് ഏതിൻ്റെ പ്രവേശന കവാടമാണ്? ചെങ്കോട്ട. ചെങ്കോട്ടയുടെ പ്രവേശന കവാടമാണ് ലാഹോർ ഗേറ്റ്. ഹൈന്ദവ ധർമ്മോദ്ധാരകൻ എന്നറിയപ്പെടുന്നത്? ഉത്തരം ശിവജി. ആലംഗീർ എന്ന പേര് സ്വീകരിച്ച അവസാനത്തെ മുഗൾ ചക്രവർത്തി? ഔറംഗസീബ്. ഔറംഗസീബാണ് ആലംഗീർ എന്ന പേര് സ്വീകരിച്ച അവസാനത്തെ മുഗൾ ചക്രവർത്തി. അക്ബറിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്? സിക്കന്ദ്ര. സിക്കന്ദ്രയിലാണ് അക്ബറിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. നീതി ചങ്ങല നടപ്പിലാക്കിയത്? ജഹാംഗീർ. ജഹാംഗീറാണ് നീതി ചങ്ങല നടപ്പിലാക്കിയത്. ബൈബിൾ
പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത്? ഉത്തരം അബുൾ ഫസൽ. അബുൾ ഫസലാണ് ബൈബിൾ പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത്. ബീർബലിൻ്റെ യഥാർത്ഥ പേര്? മഹേഷ് ദാസ്. കാശ്മീരിനെ ഇന്ത്യയുടെ സ്വർഗം എന്ന് വിശേഷിപ്പിച്ച മുഗൾ ചക്രവർത്തി? ജഹാംഗീർ. ജഹാംഗീറാണ് കാശ്മീരിനെ ഇന്ത്യയുടെ സ്വർഗം എന്ന് വിശേഷിപ്പിച്ച മുഗൾ ചക്രവർത്തി. ഉപനിഷത്തുകൾ പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത ഷാജഹാന്റെ മൂത്ത മകൻ? ഉത്തരം ധാരാഷിക്കോവ്. ധാരാഷിക്കോവാണ് ഉപനിഷത്തുകൾ പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത ഷാജഹാന്റെ മൂത്ത മകൻ. ലാഹോറിൽ ഷാലിമാർ പൂന്തോട്ടം പണികഴിപ്പിച്ച മുഗൾ ചക്രവർത്തി? ഉത്തരം ഷാജഹാൻ. അടുത്ത ചോദ്യം, രണ്ടാം പാനിപ്പത്ത് യുദ്ധം ആരെല്ലാം തമ്മിലായിരുന്നു? ഉത്തരം അക്ബറും ഹെമുവും. രണ്ടാം പാനിപ്പത്ത് യുദ്ധം അക്ബറും ഹെമുവും തമ്മിൽ ആയിരുന്നു. ഇത് നടന്നത് 1556 ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത് 1526 അത് ബാബറും ലോധി വംശവും തമ്മിൽ ആയിരുന്നു. മൂന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത് 1761 അത് മറാത്ത സാമ്രാജ്യവും അഫ്ഗാനിസ്ഥാൻ രാജാവും തമ്മിൽ ആയിരുന്നു. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്ന് അറിയപ്പെടുന്നത്? ഉത്തരം മാസ്റ്റർ റാൽഫ് ഫിച്ച്. മാസ്റ്റർ റാൽഫ് ഫിച്ചാണ് മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്ന് അറിയപ്പെട്ടിരുന്നത്. മനുഷ്യൻ സസ്തനികളിലെ ഉയർന്ന വർഗമായ ഡേഷ് എന്ന ഗണത്തിൽ പെട്ടവയാണ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ മനുഷ്യൻ ഏത് വർഗത്തിൽപ്പെട്ടവയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഉത്തരം ഓപ്ഷൻ എ പ്രൈമേറ്റുകൾ. പ്രൈമേറ്റുകൾ എന്ന് പറയുന്നത് സസ്തനികളിലെ ഒരു വർഗമാണ്. പ്രൈമേറ്റുകൾ എന്ന ഗണത്തിലാണ് മനുഷ്യൻ പെടുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ മനുഷ്യൻ്റെ ശാസ്ത്രീയ നാമം ഒന്ന് ഓർത്തു വെക്കുക, ഹോമോ സാപ്പിയൻസ്. ഹോമോ സാപ്പിയൻസ് ആണ് മനുഷ്യൻ്റെ സയൻറ്റിഫിക് നെയിം. അടുത്ത ചോദ്യം, ഇറ്റലിയുടെ ഏകീകരണത്തിനു ശ്രമിച്ച ചിന്തകൻ? ഉത്തരം ഓപ്ഷൻ സി മസീനി. മസീനിയാണ് തന്നിരിക്കുന്നവയിൽ ഇറ്റലിയുടെ ഏകീകരണത്തിന് ശ്രമിച്ച ചിന്തകൻ. ഇറ്റാലിയൻ ദേശീയതയുടെ പിതാവ് എന്നും മസീനി അറിയപ്പെടുന്നുണ്ട്. ഇതിൽ ഗാരിബാൾഡി എന്നൊരു ഓപ്ഷനുണ്ട്. അതിൽ റെഡ് ഷർട്ട് എന്നതിൻ്റെ സ്ഥാപകനാണ് ഗാരിബാൾഡി. അതൊന്ന് ഓർത്തു വെക്കുക. സുഡാനിലെ നീഗ്രോകളെ നമ്മൾ എന്തു വിളിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി കാപ്പിരി. ചൈനയിൽ പ്രവർത്തിച്ചു വരുന്ന വിവിധ വിപ്ലവ സംഘടനകളെ യോജിപ്പിച്ചുകൊണ്ട് സൺയാറ്റ്സൻ രൂപീകരിച്ച സംഘടന? ഉത്തരം ഓപ്ഷൻ എ കുമിങ്താങ് പാർട്ടി. അടുത്ത ചോദ്യം, ജീവൻ്റെ ഉത്ഭവം എവിടെയാണ്? ജീവൻ്റെ ഉത്ഭവം സമുദ്രത്തിൽ ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 1889 രണ്ടാം ഇൻ്റർനാഷണൽ നടന്ന സ്ഥലം? രണ്ടാം ഇൻ്റർനാഷണൽ നടന്ന സ്ഥലം ഓപ്ഷൻ സി പാരീസ് ആണ്. പാരീസിലാണ് രണ്ടാം ഇൻ്റർനാഷണൽ 1889 നടന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒന്നാം ഇൻ്റർനാഷണലും മൂന്നാം ഇൻ്റർനാഷണലും കൂടെ ഓർത്തു വെക്കുക. ഒന്നാം ഇൻ്റർനാഷണൽ 1864 ലണ്ടനിലായിരുന്നു നടന്നത്. അതുപോലെ തന്നെ മൂന്നാം ഇൻ്റർനാഷണൽ 1919 മോസ്കോയിലാണ് നടന്നത്. ഈ 2 കാര്യങ്ങൾ കൂടെ അതിൻ്റെ കൂടെ ഓർത്തു വെക്കുക. അഖില സ്ലാവ് പ്രസ്ഥാനത്തിൻ്റെ വക്താവ്? ഉത്തരം ഓപ്ഷൻ സി റഷ്യ. റഷ്യയാണ് അഖില സ്ലാവ് പ്രസ്ഥാനത്തിൻ്റെ വക്താവ്. ഒന്നാം ലോക മഹായുദ്ധകാലത്തെ അമേരിക്കൻ പ്രസിഡന്റ്? ഒന്നാം ലോക മഹായുദ്ധകാലത്തെ അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ. കാലിത്തീറ്റ, ജൈവവളം എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കടൽ സസ്യങ്ങൾ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആൽഗകൾ. ആൽഗകളാണ് കാലിത്തീറ്റ, ജൈവവളം എന്നിവയുടെയൊക്കെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കടൽ സസ്യങ്ങൾ. മനുഷ്യൻ്റെ ഏത് പ്രവർത്തനങ്ങളാണ് സമുദ്ര പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം ഉണ്ടാക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി
സമുദ്ര മലിനീകരണം. ക്വസ്റ്റ്യൻ 12, 13 PSC ക്യാൻസൽ ചെയ്തതാണ്. 14 1922 കിഴക്കൻ അയർലൻഡിലെ 26 പ്രവിശ്യകൾ ഉൾപ്പെടുത്തി രൂപീകരിച്ച സ്റ്റേറ്റ്. ഉത്തരം ഐറിഷ് ഫ്രീ സ്റ്റേറ്റ്. 1922 ഐറിഷ് ഫ്രീ സ്റ്റേറ്റ് രൂപീകരിച്ചത്. ആ വർഷവും സ്റ്റേറ്റിൻ്റെ പേരും ഓർത്തു വെക്കുക. സുനാമി എന്ന ജപ്പാനീസ് പദത്തിൻ്റെ അർത്ഥം. സുനാമി എന്ന ജാപ്പനീസ് പദത്തിൻ്റെ അർത്ഥം തുറമുഖ തിരകൾ എന്നാണ്. ഫാസിസ്റ്റ് സ്വേച്ഛാധിപത്യത്തിൻ്റെ ജർമ്മനിയിലെ കിരാത രൂപം. ഫാസിസ്റ്റ് സ്വേച്ഛാധിപത്യത്തിൻ്റെ ജർമ്മനിയിലെ കിരാത രൂപമാണ് ഓപ്ഷൻ ബി നാസിസം. നാസിസത്തിൻ്റെ വക്താവ് ഹിറ്റ്ലറാണ്. ഫാസിസം ഇറ്റലിയിലുള്ളതാണ്. അതിൻ്റെ വക്താവ് മുസോളിനി. നാസി പാർട്ടി എന്നത് താഴെ കൊടുത്തിട്ടുള്ള ഏതിൻ്റെ ചുരുക്കെഴുത്താണ്? ഉത്തരം ഓപ്ഷൻ സി നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി. നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടിയാണ് നാസി പാർട്ടി എന്നതിൻ്റെ പൂർണ്ണരൂപം. സമുദ്രത്തിൻ്റെ ഏതു ഭാഗത്താണ് വേലിയേറ്റം ഉണ്ടാകുന്നത്? വേലിയേറ്റം ഉണ്ടാകുന്നത് ചന്ദ്രനെ അഭിമുഖീകരിക്കുന്ന സമുദ്ര ഭാഗത്താണ്. ചന്ദ്രനെ അഭിമുഖീകരിക്കുന്ന സമുദ്രഭാഗത്താണ് വേലിയേറ്റം ഉണ്ടാകുന്നത്. തിരാതടവും തിരാശിഖിരവും തമ്മിലുള്ള ലംബ ദൂരം. തിരാതടവും തിരാശിഖിരവും തമ്മിലുള്ള ലംബ ദൂരമാണ് ഉന്നതി. ഓപ്ഷൻ സി ഉന്നതി. 20ാമത്തെ ചോദ്യം PSC ക്യാൻസൽ ചെയ്തതാണ്. 1945 സോവിയറ്റ് സേന ഉപരോധിച്ച ജർമ്മൻ തലസ്ഥാനം ഏതാണ്? 1945 സോവിയറ്റ് സേന ഉപരോധിച്ച ജർമ്മൻ തലസ്ഥാനം. ഉത്തരം ഓപ്ഷൻ എ ബെർലിൻ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭരണനിർവഹണ ഘടകമാണ് സെക്രട്ടേറിയറ്റ്. ഓപ്ഷൻ സി സെക്രട്ടേറിയറ്റ് ആണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭരണനിർവഹണ ഘടകം. സ്വയം ഭരണമില്ലാത്ത പ്രദേശങ്ങളുടെ ഭരണനിർവഹണത്തിനുള്ള ഘടകമാണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. സ്വയം ഭരണമില്ലാത്ത പ്രദേശങ്ങളുടെ ഭരണനിർവഹണത്തിനുള്ള ഘടകമാണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. വൻകര വിസ്ഥാപനം എന്ന ആശയത്തിന് ശാസ്ത്രീയ പരിവേഷം നൽകിയത് ആരാണ്? വൻകര വിസ്ഥാപനം എന്ന ആശയത്തിന് ശാസ്ത്രീയ പരിവേഷം നൽകിയത് ആൽഫ്രഡ് വെഗ്നർ ആണ്. ഓപ്ഷൻ സി ആൽഫ്രഡ് വെഗ്നർ. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്തിരുന്ന വൻകരയുടെ പേര്? ഗ്വാണ്ട്വാന ലാൻഡ്. ഗ്വാണ്ട്വാന ലാൻഡാണ് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്തിരുന്ന വൻകരയുടെ പേര്. പാൻജിയയെ വലം ചെയ്തിരുന്ന പ്രാചീന സമുദ്രത്തെ അറിയപ്പെട്ടിരുന്നത്? ഉത്തരം ഓപ്ഷൻ സി പന്തലാസ. പാൻജിയയെ വലം ചെയ്തിരുന്ന പ്രാചീന സമുദ്രം അറിയപ്പെട്ടിരുന്നത് പന്തലാസ എന്നാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി മംഗോളിയ. ഏത് സമ്മേളനത്തിൻ്റെ തീരുമാനമനുസരിച്ചാണ് ജർമ്മനി വിഭജിക്കപ്പെട്ടത്? ഉത്തരം ഓപ്ഷൻ എ യാട്ടാ സമ്മേളനം. യാട്ടാ സമ്മേളനത്തിൻ്റെ തീരുമാനമനുസരിച്ചാണ് ജർമ്മനി വിഭജിക്കപ്പെട്ടത്. രണ്ടാം ലോക മഹായുദ്ധത്തോടനുബന്ധിച്ച് നടന്ന സമ്മേളനമാണ് യാട്ടാ സമ്മേളനം. ഇതിൻ്റെ തീരുമാനത്തിൻ്റെ ഫലമായിട്ട് ജർമ്മനി വിഭജിക്കപ്പെട്ടു. ചൈനയിലെ ആഭ്യന്തര യുദ്ധത്തിൽ പങ്കെടുത്ത സന്നദ്ധ സംഘം ഏത്? ഉത്തരം ഓപ്ഷൻ സി ജനകീയ വിമോചന സേന. ചൈന ജനകീയ റിപ്പബ്ലിക്കായ വർഷം? 1949. 1949 ചൈന ജനകീയ റിപ്പബ്ലിക് ആയത്. ഊതിവീർപ്പിച്ച ഒരു ബലൂൺ അല്പസമയം വെയിലത്ത് വെച്ചാൽ അത് വികസിക്കുകയും പൊട്ടുകയും ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏത്? വാതക നിയമത്തിൻ്റെ ക്ലാസ് ഉടൻ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ പറഞ്ഞിട്ടുള്ള 4 വാതക നിയമങ്ങളും അവയുടെ എക്സാമ്പിൾസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത്
ഊതുവീർപ്പിച്ച ഒരു ബലൂൺ അല്പസമയം വെയിലത്ത് വെച്ചാൽ അത് വികസിക്കുകയും പൊട്ടുകയും ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏതാണ് എന്നാണ് ഉത്തരം. ഓപ്ഷൻ എ ചാൾസ് നിയമം. ചാൾസ് നിയമമാണ് ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം. ചാൾസ് നിയമം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇപ്പോൾ സ്ഥിരമർദ്ദത്തിൽ വ്യാപ്തവും ഊഷ്മാവും നേരനുപാതത്തിലായിരിക്കും. ഇതാണ് ചാൾസ് നിയമം. പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ വ്യാപ്തവും ഊഷ്മാവും വോളിയവും ടെമ്പറേച്ചറും നേരനുപാതത്തിലായിരിക്കും. അതായത് വെയിലത്ത് വെച്ച ബലൂൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നു, അപ്പോൾ അതിൻ്റെ വ്യാപ്തം കൂടും. വ്യാപ്തം കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? ബലൂണ് വികസിച്ച് അത് പൊട്ടുന്നു. ഒരു ലെൻസിൻ്റെ പവർ 2D എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ലെൻസിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി 50 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺവെക്സ് ലെൻസ്. 50 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺവെക്സ് ലെൻസ്. ലെൻസിൻ്റെ പവർ കണ്ടുപിടിക്കുന്നത് 1/ഫോക്കസ് 1/F ആണ്. അപ്പോൾ എഫ് എന്ന് പറയുമ്പോൾ 1/P 1/പവർ ആണ്. ഇവിടെ 2D ആണ് പവർ. ഡി എന്ന് പറയുന്നത് പവറിൻ്റെ യൂണിറ്റ് ആണ്, ഡയോപ്റ്റർ. അപ്പോൾ ഇവിടെ 2 ആണ് പവർ എന്ന് വരുന്നത്. അപ്പോൾ 1/2 എന്ന് പറയുമ്പോൾ 0.5, അതായത് സെൻറ്റിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ 50 സെൻറ്റിമീറ്റർ. അപ്പോൾ ഓപ്ഷൻ സി 50 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺവെക്സ് ലെൻസ്, അതാണ് ശരിയായ ഉത്തരം. നീളം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് താഴെ തന്നിരിക്കുന്നത്. ഇവയിൽ ഏറ്റവും വലിയ യൂണിറ്റ് ഏത്? നീളം അളക്കുന്ന 4 യൂണിറ്റ്സ് തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും വലുത് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം പർസെക്. നമ്മൾ പ്രകാശം എന്നുള്ള ടോപ്പിക്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ അധികം പറയേണ്ട ആവശ്യമില്ല. പ്രകാശവർഷം എന്നത് നക്ഷത്രങ്ങളുടെ ദൂരം അളക്കാനുള്ളതാണ്. അതുപോലെ ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുവാനുള്ള യൂണിറ്റാണ് പർസെക് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രകാശം എന്നുള്ള ടോപ്പിക്കിൽ പറഞ്ഞിട്ടുണ്ട്. ആ ടോപ്പിക് എടുത്ത് കണ്ടാൽ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ആൻസർ കിട്ടും. ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽ വരുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ് ഡാഷ്. ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ് ആണവ നിലയം. വൈദ്യുത കാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഡാഷ് ആണ്. ഉത്തരം ഓപ്ഷൻ ഡി പച്ചിരുമ്പ്. താഴെ തന്നിരിക്കുന്ന പദാർത്ഥങ്ങളിൽ ഒരേ എണ്ണം തന്മാത്രകൾ ഉള്ളവ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി ആണ് 1ഉം 3ഉം. അതായത് 36 ഗ്രാം ജലവും 34 ഗ്രാം അമോണിയയും. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ജലകാഠിന്യത്തിന് കാരണമാകുന്ന രാസവസ്തു ഏതാണ്? ജലകാഠിന്യത്തിന് കാരണമാകുന്നത് കാൽഷ്യം ക്ലോറൈഡ് ആണ്. കാൽസ്യം ക്ലോറൈഡ് ആണ് ജലകാഠിന്യത്തിന് കാരണമാകുന്നത്. R1735 എന്നത് ഒരു മൂലകത്തെ സൂചിപ്പിക്കുന്നു. ഇതിൻ്റെ ആറ്റത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എത്ര? R1735. താഴെയുള്ളത് പ്രോട്ടോണുകളുടെ എണ്ണമാണ്. മുകളിൽ കൊടുത്തിരിക്കുന്നത് പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണമാണ്. അപ്പോൾ പ്രോട്ടോണും ന്യൂട്രോണും കൂട്ടിയാൽ 35 ആണ്. പ്രോട്ടോൺ 17 ആണ്. അപ്പോൾ ന്യൂട്രോണിൻ്റെ എണ്ണം കാണാൻ എന്ത് ചെയ്യണം? 35-ൽ നിന്നും 17 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ 18 എന്ന് കിട്ടും. വ്യാവസായികമായി സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏത്? സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്ന പ്രക്രിയയെ കോണ്ടാക്ട് പ്രോസസ്സ് എന്നാണ് പറയുന്നത്. അത് നിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം വനേഡിയം പെൻറ്റോക്സൈഡ് ആണ്. ആധുനിക ആവർത്തന പട്ടികയിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായി ഡാഷ് എന്നും പറയുന്നു. ഉത്തരം ഓപ്ഷൻ ഡി പ്രാതിനിധ്യ മൂലകങ്ങൾ. സിറോഫ്താൽമിയ ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ്? ഉത്തരം ഓപ്ഷൻ സി വൈറ്റമിൻ എ. വൈറ്റമിൻ എ അന്ധതയാണ്. കുട്ടികളിൽ വൈറ്റമിൻ എയുടെ അഭാവം മൂലമുണ്ടാകുന്നതാണ് സിറോഫ്താൽമിയ. ശരീരത്തിലെ ഏത് അവയവത്തെയാണ് എക്സിമ ബാധിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ത്വക്ക്. ത്വക്കിനെ ബാധിക്കുന്ന രോഗമാണ് എക്സിമ. ഒരു സസ്യ ഹോർമോണാണ് ഡാഷ്. തന്നിരിക്കുന്നതിൽ സസ്യ ഹോർമോണാണ് ഗിബ്ബറിലിൻ. ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ് പന്നിയൂർ 1? പന്നിയൂർ 1 എന്നത് കുരുമുളകിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ്. കവുങ്ങിനെ ബാധിക്കുന്ന മഹാളി രോഗത്തിൻ്റെ രോഗകാരി ഏത്?
ഉത്തരം ഓപ്ഷൻ ബി ഫംഗസ്. ഫംഗസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് മഹാളി. തലച്ചോറിനെയും സുഷുമ്നയെയും ആവരണം ചെയ്ത് കാണുന്ന സ്തരം. ഉത്തരം മെനിഞ്ചസ്. മെനിഞ്ചസ് ആണ് തലച്ചോറിനെയും സുഷുമ്നയെയും ആവരണം ചെയ്ത് കാണുന്ന സ്തരം. ഇതിൽ മൈലിൻ ഷീത്ത് എന്നത് നാഡീകോശത്തിൻ്റെ ആവരണമാണ്. പെരികാർഡിയം എന്നുള്ളത് ഹൃദയത്തിൻ്റെ ആവരണമാണ്. പ്ലൂറ സ്തരം ശ്വാസകോശത്തിൻ്റെ ആവരണം. ഇതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. അസ്ഥികളിലെ പ്രധാന ഘടകവസ്തുവായ രാസപദാർത്ഥം. ഉത്തരം കാൽസ്യം ഫോസ്ഫേറ്റ്. കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് അസ്ഥികളിലെ പ്രധാന ഘടകവസ്തുവായ രാസപദാർത്ഥം. മാനിഹോട്ട് യുട്ടീലിസിമ എന്നത് ഏതിൻ്റെ ശാസ്ത്രീയ നാമം ആണ്? ഉത്തരം ഓപ്ഷൻ എ മരച്ചീനി. മരച്ചീനിയുടെ സയൻറ്റിഫിക് നെയിമാണ് മാനിഹോട്ട് യുട്ടീലിസിമ. ബാക്കി ഓപ്ഷൻസ് കൂടെ ഒന്ന് നോക്കാം. ഗോതമ്പിൻ്റെ ശാസ്ത്രീയ നാമം ട്രൈറ്റിക്കം അസ്റ്റീവമാണ്. നെല്ല് ഒറൈസ സറ്റേവയാണ്. ഉള്ളി അലിയം സെപ്പ ആണ്. ലോക ആരോഗ്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഏപ്രിൽ 7. ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനമായി ആചരിക്കുന്നത്. 50ാമത്തെ ചോദ്യം, ആദ്യത്തെ വാക്സിൻ കണ്ടുപിടിച്ചത് ആര്? ആദ്യത്തെ വാക്സിൻ കണ്ടുപിടിച്ചത് എഡ്വേർഡ് ജെന്നർ ആണ്. ലൂയി പാസ്റ്റർ പേവിഷബാധ അതുപോലെ തന്നെ ആന്ത്രാക്സ് എന്നിവയുടെ പ്രതിരോധത്തിനുള്ള മരുന്ന് കണ്ടുപിടിച്ചതാണ് ലൂയി പാസ്റ്റർ. ലാൻസ്റ്റെയ്നർ രക്തഗ്രൂപ്പ് കണ്ടുപിടിച്ചതാണ്. രക്തഗ്രൂപ്പ് കണ്ടുപിടിച്ച ആളാണ് കാൾ ലാൻസ്റ്റെയ്നർ. ആദ്യത്തെ ചോദ്യം, അന്തരീക്ഷത്തിൽ വെള്ള നിറത്തിൽ കാണപ്പെടുന്ന മേഘങ്ങൾ. ഉത്തരം സിറസ് മേഘങ്ങൾ. അന്തരീക്ഷത്തിൽ വെള്ള നിറത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആദ്യമായി സത്യാഗ്രഹ സംവാദം നടന്ന സ്ഥലം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആദ്യമായി സത്യാഗ്രഹ സംവാദം നടന്ന സ്ഥലം ബീഹാറിലെ ചമ്പാരൻ. ബീഹാറിലെ ചമ്പാരൻ. ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് 1917 ആ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. PSC ഇതിനു മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് 1917. അതുപോലെ തന്നെ PSC ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നയിച്ച ആദ്യ സമരം ഏതാണ്? മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നയിച്ച ആദ്യ സമരമാണ് ചമ്പാരൻ നീലം കർഷക സമരം. ഇത് ഓർത്തു വെക്കുക. ജനപദങ്ങളിലെ ആദ്യ സാമ്രാജ്യം. ജനപദങ്ങളിലെ ആദ്യ സാമ്രാജ്യമാണ് മഗധ സാമ്രാജ്യം. ഇത് കഴിഞ്ഞ VEO എക്സാമിന് PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ജനപദങ്ങളിലെ ആദ്യ സാമ്രാജ്യമാണ് മഗധ. നമുക്കറിയാം പുരാതന ഇന്ത്യയിലെ 16 മഹാജനപദങ്ങളിൽ ഒന്നാണ് മഗധ എന്ന് പറയുന്നത്. ഇന്ന് രാജഗിർ എന്ന് അറിയപ്പെടുന്ന രാജഗൃഹ ആയിരുന്നു മഗധയുടെ തലസ്ഥാനം. ഈ കാര്യം കൂടി ഒന്ന് ഓർത്തു വെക്കുക. 4ാമത്തെ ചോദ്യം, ഭാഗികമായി കരയാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗം. ഭാഗികമായി കരയാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗമാണ് കടൽ. അടുത്തത് വളരെയധികം ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. അതുപോലെ തന്നെ PSC കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണിത്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. 6ാമത്തെ ചോദ്യം, അടിമവംശം സ്ഥാപിച്ചത് ആര്? ഉത്തരം കുത്തബ്ദീൻ ഐബക്ക്. അടിമവംശ സ്ഥാപകനാണ് കുത്തബ്ദീൻ ഐബക്ക്. ശാസ്ത്രീയ കലകളിൽ പെടാത്തത് ഏതാണ്? 4 കലകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ശാസ്ത്രീയ കലകളിൽ പെടാത്തത് ഏത്? ഉത്തരം കുമ്മാട്ടിക്കളി. ഉത്തരം കുമ്മാട്ടിക്കളി. ബാക്കി കഥകളി, കൂടിയാട്ടം, കൃഷ്ണനാട്ടം ഒക്കെ ശാസ്ത്രകലകളിൽ പെടുന്നതാണ്. കുമ്മാട്ടിക്കളി എന്ന് പറയുന്നത് ശാസ്ത്രകലകളിൽ പെടുന്നതല്ല. 8ാമത്തെ ചോദ്യം, ABC രാജ്യത്തിൽ പെടാത്ത രാജ്യം ഏത്? അമേരിക്കയാണ് ഉത്തരം. ABC രാജ്യങ്ങൾ എന്ന് പറയുന്നത് അർജന്റീന, ബ്രസീൽ,
ചിലി. ഈ 3 രാജ്യങ്ങളെയാണ് ABC രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ABC രാജ്യങ്ങളിൽ പെടാത്തത് അമേരിക്ക, അർജൻറ്റീന, ബ്രസീൽ, ചിലി. ഈ 3 രാജ്യങ്ങൾ ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, രാജാ രവിവർമ്മയുടെ സൃഷ്ടി അല്ലാത്തത് ഏത്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് രാജാ രവിവർമ്മയുടെ സൃഷ്ടി അല്ലാത്തത്? ഓപ്ഷൻ സി ഉമയുടെ തപസ്യ. ബാക്കി 3 സൃഷ്ടികളും രാജാ രവിവർമ്മയുടെ സൃഷ്ടികളാണ്. അടുത്തത്, ഒരു പകർച്ചവ്യാധിക്ക് ഉദാഹരണം. ഉത്തരം ടൈഫോയിഡ്. ടൈഫോയിഡാണ് ഈ കൊടുത്തിരിക്കുന്നവയിൽ ഒരു പകർച്ചവ്യാധിക്ക് ഉദാഹരണം. അടുത്ത ചോദ്യം, വേവിക്കുമ്പോൾ നീരാവിയിൽ ലയിക്കുന്ന വിറ്റാമിൻ. വേവിക്കുമ്പോൾ നീരാവിയിൽ ലയിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി. വിറ്റാമിൻ സി ആണ് ആൻസർ. വൈറ്റമിൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഓരോ വൈറ്റമിൻസിൻ്റെയും അപര്യാപ്തത, രോഗങ്ങളും ഒക്കെ PSC കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യം, മിശ്ര കൃഷിയിൽ ദീർഘവിളയായി ഉപയോഗിക്കുന്നത് ഏത്? ഉത്തരം വെറ്റില. മിശ്ര കൃഷിയിൽ ദീർഘവിളയായി ഉപയോഗിക്കുന്നത് വെറ്റില. നീറ്റുകക്കയുടെ രാസനാമം. നീറ്റുകക്കയുടെ രാസനാമം കാൽഷ്യം ഓക്സൈഡ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്, ഓർത്തു വെക്കുക. നീറ്റുകക്കയുടെ രാസനാമം കാൽഷ്യം ഓക്സൈഡ്. അതുപോലെ തന്നെ മുട്ടത്തോടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നതാണ് കാൽഷ്യം കാർബണേറ്റ്. മെഡിക്കൽ സയൻസിൽ പല്ലുമായി ബന്ധപ്പെട്ട റൂട്ട് കനാൽ ഫില്ലിങ്ങിൽ അടങ്ങിയിരിക്കുന്നതാണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ഈ കാര്യങ്ങൾ കൂടി അതിൻ്റെ കൂടെ ഓർത്തു വെക്കുക. ഹൈഡ്രജൻ്റെ ഓക്സൈഡാണ് ജലം. ഉത്തരം ജലം. ഹൈഡ്രജൻ്റെ ഓക്സൈഡാണ് ജലം. ജലത്തിൻ്റെ രാസസൂത്രം H2O എന്നാണ്. അത് ഓർത്ത് വെച്ചാൽ ഹൈഡ്രജൻ്റെ ഓക്സൈഡാണ് ജലം എന്ന് ഓർത്തിരിക്കാം. അടുത്ത ചോദ്യം, ഭൂമിയുടെ പുറം തോടിൽ ഏറ്റവും കൂടുതൽ ഉള്ള മൂലകം. ഭൂമിയുടെ പുറം തോടിൽ ഏറ്റവും കൂടുതൽ ഉള്ള മൂലകമാണ് ഓക്സിജൻ. അല്ലെങ്കിൽ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമെന്നും ചോദിക്കാം. ഉത്തരം ഓക്സിജൻ. ഇതിൻ്റെ കൂടെ തന്നെ ഓർത്തിരിക്കേണ്ട മറ്റു പോയിൻറ്റ്സ് ആണ്, പ്രപഞ്ചത്തിൽ കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ. പ്രപഞ്ചത്തിൽ കൂടുതലുള്ള മൂലകമാണ് ഹൈഡ്രജൻ. അന്തരീക്ഷത്തിൽ കൂടുതലുള്ള മൂലകം നൈട്രജൻ. പ്രപഞ്ചത്തിൽ കൂടുതലുള്ളത് ഹൈഡ്രജൻ ആണെങ്കിൽ അന്തരീക്ഷത്തിൽ കൂടുതലുള്ള മൂലകമാണ് നൈട്രജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള ലോഹ മൂലകമാണ് അലുമിനിയം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ ആണെന്ന് പറഞ്ഞു. ലോഹ മൂലകമാണ് അലുമിനിയം. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഇരുമ്പ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് ഇരുമ്പ്. ഒരു രസതന്ത്ര അധ്യാപകൻ ലായനിയിൽ ഫിനോഫ്തലിൻ ചേർത്ത് പരിശോധിക്കുന്നു. ഇതിൽ പിങ്ക് നിറം ഉണ്ടാക്കാത്ത ലായനി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി നാരങ്ങ വെള്ളം. ഫിനോഫ്തലിൻ ചേർക്കുമ്പോൾ പിങ്ക് നിറം ഉണ്ടാക്കാത്ത ലായനിയാണ് നാരങ്ങ വെള്ളം. ബാക്കി 3 ലായനികളും പിങ്ക് നിറം ഉണ്ടാക്കുന്നു. 17ാമത്തെ ചോദ്യം, പദാർത്ഥത്തിൻ്റെ 4ാമത്തെ അവസ്ഥ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. പദാർത്ഥത്തിൻ്റെ 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. 7 അവസ്ഥകൾ പറയുകയാണെങ്കിൽ ഓർത്തു വെക്കുക. ഇത് 5ാമത്തെ 6ാമത്തെ അവസ്ഥകളൊക്കെ ഇപ്പോൾ PSC ചോദിക്കാറുണ്ട്. അവസ്ഥ ഓർഡറായിട്ട് പറയാം. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമയോണിക് കണ്ടൻസേറ്റ്, അയണൈസ്ഡ് പ്ലാസ്മ. ഇതാണ് 7 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം,
താഴെ പറയുന്നവയിൽ ഏതാണ് സദിശ അളവ്? താഴെ പറയുന്നവയിൽ ഏതാണ് സദിശ അളവ്? ഉത്തരം ബലം. ബാക്കി സമയം, മാസ്, വേഗത എന്നിവയൊക്കെ അദിശ അളവുകളാണ്. ദിശയോട് കൂടി പറയുന്ന അളവ് ബലം ആണ്. 19ാമത്തെ ചോദ്യം, ജലത്തിൻ്റെ ട്രിപ്പിൾ പോയിൻ്റ് ഏത്? ജലത്തിൻ്റെ ട്രിപ്പിൾ പോയിൻ്റ് ഏത്? ട്രിപ്പിൾ പോയിൻ്റ് എന്നുള്ളത് തെർമോഡൈനാമിക്സിൽ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ്. അപ്പോൾ ജലത്തിൻ്റെ ട്രിപ്പിൾ പോയിൻ്റ് എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജലത്തിൻ്റെ ട്രിപ്പിൾ പോയിൻ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. മലയാള സിനിമയിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ചിത്രം? മലയാള സിനിമയിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ചിത്രമാണ് ചെമ്മീൻ. അടുത്ത ചോദ്യം, ഡെസ്റ്റിമോണ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആരാണ്? ഉത്തരം വില്യം ഷേക്സ്പിയർ. വില്യം ഷേക്സ്പിയറിൻ്റെ ഒഥല്ലോ എന്ന പ്ലേയിലെ കഥാപാത്രമാണ് ഡെസ്റ്റിമോണ. ഡെസ്റ്റിമോണ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് വില്യം ഷേക്സ്പിയർ. അതുപോലെ കൃതി ഓർത്തു വെക്കുക, ഒഥല്ലോ. കേരള സിംഹം എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഉത്തരം പഴശ്ശിരാജ. പഴശ്ശിരാജയെയാണ് കേരള സിംഹം എന്ന് വിശേഷിപ്പിക്കുന്നത്. താഴെ പറയുന്നവയിൽ ശീതരക്തമുള്ള ജീവികളിൽ പെടാത്തത്? താഴെ പറയുന്നവയിൽ ശീതരക്തമുള്ള ജീവികളിൽ പെടാത്തത് ആണ് പക്ഷി. അടുത്ത ചോദ്യം, ലോകസഭാ സ്പീക്കർ രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? ഉത്തരം ഡെപ്യൂട്ടി സ്പീക്കർ. ഡെപ്യൂട്ടി സ്പീക്കർക്കാണ് ലോകസഭാ സ്പീക്കർ രാജിക്കത്ത് നൽകേണ്ടത്. അടുത്ത ചോദ്യം, തിരഞ്ഞെടുപ്പിൻ്റെ കേസുകളിൽ അന്തിമ വിധി പ്രഖ്യാപിക്കുന്നത് ആരാണ്? ഉത്തരം സുപ്രീം കോടതി. സുപ്രീം കോടതിയാണ് തിരഞ്ഞെടുപ്പിൻ്റെ കേസുകളിൽ അന്തിമ വിധി പ്രഖ്യാപിക്കുന്നത്. ബുക്കർ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരി? ഉത്തരം അരുന്ധതി റോയ്. അരുന്ധതി റോയിയാണ് ബുക്കർ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരി. സുജേത കൃപലാനി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് സുജേത കൃപലാനി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണറാണ് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡു. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി സുജേത കൃപലാനി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ സരോജിനി നായിഡു. തിരുനാവായ ഏത് നദിയുടെ തീരത്താണ്? ഉത്തരം ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ തീരത്താണ് തിരുനാവായ. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണം? കോട്ടയം. കോട്ടയമാണ് സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പട്ടണം. അടുത്ത ചോദ്യം, ആഹാരത്തിലെ പോഷകാംശങ്ങളിൽ അധികവും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് എവിടെ വെച്ചാണ്? ഉത്തരം ചെറുകുടൽ. ചെറുകുടലിൽ വെച്ചാണ് ആഹാരത്തിലെ പോഷകാംശങ്ങളിൽ അധികവും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആര്? ഉത്തരം ഹെൻറി കാവൻഡിഷ്. ഓപ്ഷൻ സി, കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് ലാവോസിയർ. ലാവോസിയർ ആണ് ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഓക്സിജൻ കണ്ടുപിടിച്ച ആളാണ് ജോസഫ് പ്രിസ്ലി. പ്രിസ്ലിയാണ് ഓക്സിജൻ കണ്ടുപിടിച്ചത്. ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് റൂദർഫോർഡ്. റൂദർഫോർഡാണ് ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഉറുമ്പിൻ്റെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്? ഉത്തരം ഫോർമിക് ആസിഡ്. ഫോർമിക് ആസിഡാണ്
ഉറുമ്പിൻ്റെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. ലെമൺ, ഓറഞ്ച് എന്നിവയിൽ അടങ്ങിയിരിക്കുന്നതാണ് സിട്രിക് ആസിഡ്. അതുപോലെ വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് അസറ്റിക് ആസിഡ്. ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്നത് പാലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ്. ഇവയെല്ലാം ഓർത്തു വെക്കുക. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടനെ വിജയത്തിലേക്ക് നയിച്ച പ്രധാനമന്ത്രി. ഉത്തരം ചർച്ചിൽ. ചർച്ചിലാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടനെ വിജയത്തിലേക്ക് നയിച്ച പ്രധാനമന്ത്രി. ശൂന്യാകാശത്ത് ആദ്യം അയക്കപ്പെട്ട ജീവി. ഉത്തരം നായ. ലൈക്ക എന്ന നായയാണ് ശൂന്യാകാശത്ത് ആദ്യം അയക്കപ്പെട്ട ജീവി. അടുത്ത ചോദ്യം, ഏത് സംഗീത ഉപകരണം വായിക്കുന്നതിൽ പ്രശസ്തനാണ് പാലക്കാട് മണി അയ്യർ? മൃദംഗം. പാലക്കാട് മണി അയ്യർ എന്ന് പറയുന്നത് ഒരു മൃദംഗ വിദ്വാൻ ആണ്. 1931-32 ഗുരുവായൂർ സത്യാഗ്രഹം നയിച്ചത് ആര്? ഉത്തരം കെ കേളപ്പൻ. കെ കേളപ്പനാണ് 1931-32 നടന്ന ഗുരുവായൂർ സത്യാഗ്രഹം നയിച്ചത്. 36-ാമത്തെ ചോദ്യം, ഒട്ടകത്തിൻ്റെ ഓരോ കാലിലും എത്ര വിരലുണ്ട്? ഒട്ടകത്തിൻ്റെ ഓരോ കാലിലും 2 വിരലുകളാണ് ഉള്ളത്. പ്രത്യുൽപാദന അവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിൻ. ഉത്തരം വിറ്റാമിൻ ഇ. വിറ്റാമിൻ ഇ ആണ് പ്രത്യുൽപാദന അവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിൻ. ശെന്തുരുണി വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കൊല്ലം. കൊല്ലം ജില്ലയിലാണ് ശെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? മുംബൈ. മുംബൈ ആണ് RBIയുടെ ആസ്ഥാനം. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ്? ഉത്തരം ശ്രീനാരായണ ഗുരു. അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ വിടുവിക്കാൻ ഉപയോഗിക്കുന്ന റിട്ട്? ഉത്തരം ഹേബിയസ് കോർപ്പസ്. 5 റിട്ടുകളാണ് ആകെ ഉള്ളത്. അതിൽ അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ വിടുവിക്കാൻ ഉപയോഗിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ടാണ് മൻഡമസ്. നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ട് മൻഡമസ്. അതുപോലെ തന്നെ എന്ത് അധികാരം എന്നർത്ഥം വരുന്ന റിട്ടാണ് കോവാറൻഡോ റിട്ട്. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറകൊള്ളുന്നത് ഏതു പ്രതിഭാസം മൂലമാണ്? ഉത്തരം അനുനാദം. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ച മധുരയിലെ നേതാവ്? ദേവി സിംഗ്. ദേവി സിംഗ് ആണ് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ച മധുരയിലെ നേതാവ്. താഴെ പറയുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏത്? ഉത്തരം പ്ലേഗ്. കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗമാണ് പ്ലേഗ്. അതാണ് ഈ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത്. ബാക്കി 3 വൈറസ് രോഗങ്ങളാണ്. ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യത്തിൻ്റെ വെളിച്ചത്തിൽ നടപ്പാക്കിയ പഞ്ചവത്സര പദ്ധതി? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണിത്. ഉത്തരം 5ാം പഞ്ചവത്സര പദ്ധതി. ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യത്തിൻ്റെ വെളിച്ചത്തിൽ നടപ്പാക്കിയ പഞ്ചവത്സര പദ്ധതിയാണ് 5ാം പഞ്ചവത്സര പദ്ധതി. തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്? ഉത്തരം ഓക്സാലിക് ആസിഡ്. തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഓക്സാലിക് ആസിഡ്. അതുപോലെ ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് മാലിക് ആസിഡ്. കോഫി, ടീ എന്നിവയിലൊക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ടാനിക് ആസിഡ്. കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ശ്രീകാര്യം. ശ്രീകാര്യത്താണ് കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ആവർത്തന പട്ടികയിലെ പ്രകൃതിദത്ത മൂലകങ്ങളുടെ എണ്ണം? 92. ആവർത്തന പട്ടികയിൽ 92 പ്രകൃതിദത്ത മൂലകങ്ങളാണ് ഉള്ളത്.
ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം രാജാറാം മോഹൻ റായ്. കേരള കുണ്ട് വെള്ളച്ചാട്ടം ഏത് ജില്ലയിൽ? ഉത്തരം മലപ്പുറം. മലപ്പുറം ജില്ലയിലാണ് കേരള കുണ്ട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്.